വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഹൗസ് ഓഫ് മാജിക്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ, അതായത് എന്താണ് സംഭവിക്കുന്നത്. ഇതൊരു മോർ ഫീമെയിൽ ഓറിയൻറ്റഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് കൂടുതലായിട്ടും ചിന്തിക്കുന്നതും, അതേപോലെ നിങ്ങളുടെ ഇടയിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്. റീഡിങ്സ് നോക്കാം നമുക്ക്. ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്ന കാര്യം ഇതാണ്. അതായത് ഒരു 3 പേര് ഇൻവോൾവ് ആവുന്നൊരു റിലേഷൻഷിപ്പാണ് ഇതിൽ. അതായത് 2 സ്ത്രീകളുടെ സാന്നിധ്യം, നല്ല പവർഫുൾ ആയിട്ടുള്ള 2 സ്ത്രീകളുടെ സാന്നിധ്യം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അതായത് ഒരാൾ ഇമോഷണലി ഭയങ്കര നർച്ചറിങ്ങും ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഒക്കെ പെട്ടെന്ന് തോന്നിക്കുന്ന ഒരു നേച്ചറുള്ള ഒരാളും, ഒരു മദർലി ഫീലിംഗ് ഒക്കെ ഉള്ള ഒരാൾ അത്യാവശ്യം നല്ല ഇൻ്റലിജൻറ്റും നല്ല ധൈര്യവും നല്ല കറേജസും കോൺഫിഡൻറ്റും ആയിട്ടുള്ള ഒരാളും, ഒരു നല്ല പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു നല്ല ജോലി, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബോൾഡായിട്ടുള്ളൊരു വ്യക്തി, ഒരു സ്ത്രീ തന്നെ, ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കൺഫ്യൂഷനിലൂടെ പോവുകയാണ്. കാരണം 2 വ്യക്തികളിൽ തമ്മിൽ ഒരാളെ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തീരുമാനത്തെ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൂടെ ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധം ഒരു വളരെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിലുള്ള മെയിലായിട്ടുള്ള ആൾ. അതുപോലെ തന്നെ ആൾ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. കാരണം ആൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്നും, അതേപോലെ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർ പുതിയ ലൈഫ് മുന്നോട്ടേക്ക് പോകണമെന്നും, പുതിയൊരു ഇമോഷണൽ കണക്ഷൻ ആരുടെ അടുത്താണ് കൂടുതൽ ലഭിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വളരെയധികം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ടയേർഡാണ് വെയിറ്റ് ചെയ്തിട്ട്. ആളുടെ ഡിസിഷൻ അറിയാത്ത ഒരു വെയിറ്റിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ആളുടെ മേജർ ആയിട്ടുള്ളൊരു പ്രോബ്ലം ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. ആൾക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ഏത് തിരഞ്ഞെടുക്കണം എന്ന് അറിയാതെ നിൽക്കുകയാണ് ആൾ. അപ്പോൾ ആൾക്ക് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്നും, എല്ലാം പുതിയൊരു തുടക്കം വേണമെന്നും, ഒരു നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് എന്തോ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലുണ്ട്. മേ ബി അവരുടെ അമ്മ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആരെങ്കിലും ആയിരിക്കാം, മേ ബി ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം. ആൾക്ക് മേ ബി വേറെ ആരോടെങ്കിലും ചെറുതായി ഫീലിങ്സ് തോന്നി തുടങ്ങിയിട്ടുണ്ടാവാം ആ തേർഡ് പാർട്ടിയോട്. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കൺഫ്യൂഷനും കൂടുതലുണ്ട്. ബട്ട് നിങ്ങളാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് തളർന്നിട്ടിരിക്കുകയാണ്. അതുപോലെ ആ വ്യക്തി ഓരോ തവണ തീരുമാനം എടുക്കാൻ ശ്രമിക്കുമ്പോഴും, തീരുമാനം എടുത്തത് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ എൻ്റെ മനസാക്ഷിക്ക് നല്ലതെന്ന് തോന്നുന്ന തീരുമാനമാണോ എടുത്തത്? എൻ്റെ ലൈഫിൽ ഇതുകൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാവുമോ? മേ ബി ഒരാളുമായിട്ട് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവാം ലൈഫിൽ. കാരണം ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി ഒരാളുണ്ടാവാം. അടുത്തത് പെട്ടെന്ന് ലൈഫിൽ വന്നതും പക്ഷെ പെട്ടെന്ന് വളരെ വലിയൊരു കണക്ഷൻ ഫീൽ ചെയ്തൊരു വ്യക്തിയുമായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ അയാൾക്കൊരു അപ്ലിഫ്റ്റിംഗ് ഒരു തോട്ട് ഉണ്ടായ വ്യക്തിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് ആരെ ചൂസ് ചെയ്യണം, ആരുടെ തീരുമാനം ചൂസ് ചെയ്യണം, ആരെ ഫോളോ ചെയ്യണം, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ആളുടെ മേജർ ആയിട്ടുള്ളൊരു പ്രോബ്ലം. കൺഫ്യൂഷനാണ്, വളരെയധികം കൺഫ്യൂഷനാണ്. ആളിന് ഭയങ്കര ടയേർഡ് ആൻഡ് എക്സോസ്റ്റഡ് ആക്കിയിട്ടുള്ളൊരു കൺഫ്യൂഷനാണ്. ആൾക്ക് പ്ലാൻസ് എടുത്താലും അത് തുറന്ന് പറയാനും തീരുമാനിക്കാനുള്ള ഉൾഭയം വളരെയധികം ഉള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ തമ്മിലൊരു ഈ 2 വ്യക്തികൾ തമ്മിൽ ഒരു ശത്രുത, അതായത് അവർ പരസ്പരം വഴക്കിടുക പോരടിക്കൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിനുള്ളിൽ അവർ രണ്ടുപേരും പരസ്പരം ശത്രുക്കളായിട്ട് അവരുടെ ഉള്ളിൽ ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ഒരു കോൾഡ് ഫൈറ്റ്, ഒരു കോൾഡ് വാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റിലേഷൻഷിപ്പിൽ ആ 2 വ്യക്തികൾ, അതായത് തേർഡ് പാർട്ടിയും ഓൾറെഡി ഉള്ള വ്യക്തിയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം ഓപ്പോസിറ്റ് ഉള്ള ആൾ ശത്രുവാണ്. കാരണം 2 പേർക്കും അയാളോട് സെയിം ഫീലിങ്സ് ആണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. അതായത് 2 പേരും, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും എക്സോസ്റ്റഡ് ആണ്. ഒരാൾ വെയിറ്റ് ചെയ്തിട്ടും ഒരാൾ തീരുമാനം എടുക്കാനുള്ള കൺഫ്യൂഷനായിട്ടും, ഒരാൾ തീരുമാനം അറിയാനും ഒരാൾ തീരുമാനം എടുക്കാനുമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഇതാണ് പറയാനുള്ളത്. നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം റൈറ്റ് ടൈമിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവും, അതേപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.